ആപാലബദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ധ്രുവചരിതമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാഗവതത്തിലെ ധ്രുവചരിതമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ധ്രുവൻ പൂർവ്വജന്മത്തിൽ ഒരു ബ്രാഹ്മണ യുവാവായിരുന്നു, ഒരു ഭക്തൻ കൂടിയായിരുന്നു, വിഷ്ണു ഭക്തൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ ഒരു മഹാരാജാവ്, അദ്ദേഹവും ഒരു വിഷ്ണു ഭക്തനായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ പല പ്രാവശ്യവും ഈ ധ്രുവൻ വിചാരിച്ചിരുന്നു, ഈ രാജാവ് അനുഭവിക്കുന്ന സുഖങ്ങൾ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുന്നു. അതിൻ്റെ ഫലമായി ഭഗവാൻ പ്രസാദിച്ച് ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് ധ്രുവനായി, രാജാവിൻ്റെ പുത്രനായും ജന്മം കൊടുത്തു. അതിനുശേഷം ധ്രുവൻ്റെ കഥ നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വത്സനെ, ഒടുവിലത്തെ മകനെ വത്സനെ രാജാവാക്കി അദ്ദേഹം വാനപ്രസ്ഥത്തിന് പോയി അവിടെ കുറേ അലഞ്ഞു തിരിഞ്ഞ സമയത്ത്, ഈ അലഞ്ഞു തിരിഞ്ഞ സമയങ്ങൾ മുഴുവൻ ഭഗവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. 26,000 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അത് നടക്കുന്നത്. ഇത് കണ്ട സമയത്ത് വൈകുണ്ഠവാസൻ അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളെ, ശിഷ്യന്മാരെ അല്ലെങ്കിൽ അയച്ച്, നിനക്ക് ഇവിടെയല്ല ഇരിക്കേണ്ട സ്ഥാനം എന്ന് പറഞ്ഞ സ്വർണ്ണത്തേര് എന്ന കാഞ്ചന തേര് എന്ന് പറഞ്ഞ കാഞ്ചനം കൊണ്ടുണ്ടാക്കിയ തേരിൽ അദ്ദേഹത്തിനെ ഇരുത്തി അങ്ങനെ സ്വർഗത്തിലേക്ക്, ജീവനോടുകൂടി സ്വർഗത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ലോകത്തിലേക്ക് ഏറ്റവും വലിയ സ്ഥാനമായ ഒരു സ്ഥാനത്തെ മേഘത്ത് അദ്ദേഹത്തിനെ സ്ഥാപിച്ചു. അതാണ് ധ്രുവൻ എന്ന് പറയുന്ന ധ്രുവ നക്ഷത്രം നമ്മൾ എന്ത് കണ്ടുവരുന്നത്. ലോകം ഉള്ളയിടത്തോളം കാലം അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും. അത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. വലിയ വലിയ ആൾക്കാരൊക്കെ നോക്കി പറയും ഇതാണ് ധ്രുവ നക്ഷത്രം എന്ന് പറയും. ഏതായാലും അങ്ങനെ ഇരിക്കണം. ഇനി ധ്രുവൻ്റെ പരമ്പരയിൽപ്പെട്ട അങ്കൻ, വത്സൻ്റെ പേരക്കുട്ടിയാണ് അങ്കൻ. അങ്കന് പുത്രന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. സുനീതി ആണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. സുനീതി പറഞ്ഞാൽ മറ്റേ സുനീതി അല്ലാത്തോളം പ്രത്യേകം പറയണം. അങ്കൻ്റെ ഭാര്യ സുനീതി. ഈ ദമ്പതികൾക്ക് പുത്രന്മാരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, പുത്രകാമേഷ്ടിയാഗം നടത്തി അതിൽ നിന്ന് വന്ന പായസത്തിനെ ഭാര്യയ്ക്ക് കൊടുത്തു. അതിൻ്റെ ഫലമായി ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രന് വേനൻ എന്ന പേര് കൊടുത്തു. അവിടെയാണ് ആരംഭിക്കുന്നത്. നിർഭാഗ്യവശാൽ ധ്രുവൻ്റെ പരമ്പരയ്ക്ക് കളങ്കമാകത്തക്ക വിധമായിരുന്നു ഈ വേനൻ്റെ പെരുമാറ്റം. മഹാദുഷ്ടനായിരുന്നു. ലോകത്തെ എല്ലാ ചീത്തപ്രവർത്തികളും അദ്ദേഹം ചെയ്തു. അങ്ങനെ മഹർഷിമാരെ ദ്രോഹിച്ചു. അങ്ങനെ മഹർഷിമാർക്ക് യാതൊരു നിവൃത്തിയും ഇല്ലാത്ത സമയത്ത് അവരെല്ലാവരും കൂടി ഈ ഇദ്ദേഹത്തിനെ ശപിച്ച് മരിച്ചു പോട്ടെ എന്ന് ശ്രമിച്ച് അദ്ദേഹം മരിച്ചുപോയി, വേനൻ. ഇവിടുന്നാണ് 2 പോയിൻ്റ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഭഗവാന്റെ ലീലകളെ ഇവിടെ 2 പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. മരിച്ചു പോട്ടെ എന്ന് ശ്രമിച്ചു മരിച്ചുപോയി. അമ്മയാകട്ടെ പുത്രദുഃഖത്തിൽ കുറേ കരഞ്ഞു. അതെല്ലാം കഴിഞ്ഞ സമയത്ത് ഈ വേനൻ്റെ മരിച്ച ജഡം എടുത്ത് സൂക്ഷിച്ചു വെച്ചു. നോക്കിക്കോളൂ, ഋഷീശ്വരന്മാരാണ് അവർക്ക് ശപിച്ച ഈ വേനനെ ചാമ്പലാക്കാമായിരുന്നു. അവർ ചെയ്തില്ല. സാധാരണഗതിയിൽ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ശ്മശാനത്ത് കൊണ്ടുപോയി അതിനെ ജീർണിച്ച് കത്തിക്കുക അല്ലെങ്കിൽ കുഴിച്ചിടുക എന്ന് ചെയ്യും. പക്ഷേ ഈ മാതാവ് അതല്ല ചെയ്ത്, ആ ജഡത്തിനെ എടുത്ത് സൂക്ഷിച്ചു വെച്ചു. ഇവിടെയാണ് ഭഗവാന്റെ ലീല. എന്തുകൊണ്ട്? അവിടെയാണ് ഒരു ചോദ്യം. അവർ അതായത് ഋഷീശ്വരന്മാർ ചാമ്പലാക്കണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഭഗവാൻ തൻ്റെ മായ കൊണ്ട് ആ ചിന്തയെ മാറ്റി ജഡമാക്കി മാറ്റി. ഇവിടെ ആ ജഡത്തിനെ സൂക്ഷിക്കാൻ ആ മാതാവിന് തോന്നി. അതും ഭഗവാന്റെ ലീലയാണ്. കാരണം എന്താണ്? പൃഥ്വി എന്ന ചക്രവർത്തിയുടെ ജനനം ആയിക്കഴിഞ്ഞു. അദ്ദേഹം ഈശ്വരൻ്റെ, മഹാവിഷ്ണുവിൻ്റെ ഒരു അംശാവതാരം കൂടിയാണ്. അതുവരയ്ക്കും ഭൂമിയിൽ ആർക്കും ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ അതിന് പരിഹാരമായി അംശാവതാരമായ പൃഥ്വി ചക്രവർത്തിയുടെ ജനനത്തിന് സമയമായി.
ഒരു പക്ഷേ അവർക്കത് തോന്നിയില്ലായിരുന്നെങ്കിൽ ചാമ്പലായിട്ടുണ്ടാവും. പിന്നെ അമ്മയ്ക്ക് ഇത് സൂക്ഷിക്കാൻ കഴിയില്ല. അവിടെയാണ് ഭഗവാന്റെ ലീല നമുക്ക് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി നോക്കാം. അങ്ങനെ പൃഥ്വിനെ ഇവർ സൂക്ഷിച്ചു വെച്ചു. രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങി. രാജാവില്ലെങ്കിൽ രാജ്യത്തിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. കള്ളന്മാർ വന്നു, പലവിധമായ ഇത് വന്നു. അപ്പോൾ ഋഷീശ്വരന്മാരൊക്കെ ആദ്യം ചിന്തിച്ചു ഇതിനെന്താ ഒരു പോംവഴി എന്നാലോചിക്കുമ്പോൾ സുനീത് പറഞ്ഞു, ഞാൻ എൻ്റെ പുത്രൻ്റെ ജഡം, മരിച്ച ജഡം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടി എന്തെങ്കിലും മാർഗം കണ്ടാൽ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടി ആലോചിച്ച സമയത്ത് ഈ ജഡത്തിനെ കടയാം എന്ന് പറഞ്ഞ് ആദ്യം തുട കടഞ്ഞു. തുട കടഞ്ഞ സമയത്ത് ഒരു കറുത്ത ഒരു രൂപം വന്നു. ഇതാണ് നിഷാദൻ. ആ പരമ്പരയാണ് നിഷാദന്മാരെന്ന് പറയുന്നത്. ഇത് കാരണം എന്താ വെച്ചാൽ ഇയാൾ ചെയ്ത പാപങ്ങളെല്ലാം കൂടി ഉണ്ടായതാണ് ഈ നിഷാദൻ. അടുത്തത് അവരെന്ത് ചെയ്തു, വേനൻ്റെ വലത് കൈ കടഞ്ഞ സമയത്ത് അതിസുന്ദരനായ ഒരു പുത്രൻ ജനിച്ചു. അവിടുന്ന് ഒരു പുത്രനുണ്ടായി. ആ സമയത്ത് ദേവലോകത്തുനിന്ന് പുഷ്പവൃഷ്ടിയിൽ വീണു, ഗാനങ്ങളുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്ത കൈ കടഞ്ഞ സമയത്ത് ഒരു സുന്ദരിയായ കുട്ടിയും ഉണ്ടായി. അർച്ചസ് രാജ്ഞി എന്നാണ് അവരും പേര്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വിവാഹിതരായി. അർച്ചസ് രാജ്ഞിയും പൃഥ്വിചക്രവർത്തിയും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പട്ടാഭിഷേക സമയത്ത് കുബേരൻ സിംഹാസനം നൽകി, വരുണൻ വെൺകൊറ്റ കൊട നൽകി, മരുതൻ 2 വെഞ്ചാമരം നൽകി, ദേവേന്ദ്രൻ കിരീടം നൽകി, യമധർമ്മൻ പടച്ചക്ക നൽകി, രാജദണ്ഡ് നൽകി, ലക്ഷ്മീദേവി പടച്ചക്ക നൽകി, സരസ്വതി മുത്തുപ്പതക്കം നൽകി, പാർവതീദേവി പട്ടു പീതാംബരം നൽകി, മഹാവിഷ്ണു ചക്രം നൽകി, പരമശിവൻ ചന്ദ്രഹാസ ഗർഗം നൽകി, അഗ്നി വില്ല നൽകി, മാർത്താണ്ഡൻ ബാണം നൽകി, വിശ്വകർമ്മ രഥം നൽകി, ചന്ദ്രൻ വെള്ളക്കുതിരകൾ നൽകി, സമുദ്രം ശംഖ നൽകി, ഭൂമി സണുപാകുന്ന സ്വർണ്ണപാദങ്ങൾ നൽകി. ഇങ്ങനെ 16 തരം സാധനങ്ങൾ ദേവന്മാരും അസുരന്മാരും എല്ലാവരും കൂടി അദ്ദേഹത്തിന് നൽകി. അതായത് അവർക്കറിയാമായിരുന്നു ഭഗവാന്റെ ഒരു അവതാരമാണ്, ഈ അംശാവതാരമാണ്, ഇനിയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി. ഈ പൃഥ്വി ചക്രവർത്തി ജനിക്കുന്ന സമയത്ത് ഭൂമിയിൽ വളരെ വിഷമങ്ങളായിരുന്നു. ഭക്ഷണങ്ങളില്ലായിരുന്നു, ജനങ്ങൾക്ക് സസ്യങ്ങളില്ലായിരുന്നു, ഇതെല്ലാം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉടനെ ഭൂമിദേവിയെ വിളിച്ചു പറഞ്ഞു, ഇത് പറ്റില്ല, ജനങ്ങൾക്ക്, എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാം നൽകണം എന്ന് പറഞ്ഞ സമയത്ത് അവരത് ചെവിക്കൊണ്ടില്ല. ഭൂമിദേവി അത് ചെവിക്കൊണ്ടില്ല. ആ സമയത്ത് അദ്ദേഹം അവരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഭൂമിദേവി അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് അറിയാം, ഞാൻ ഭൂമിദേവിയാണ് അറിയാം. അപ്പോൾ നിങ്ങളെ പൃഥ്വിചക്രവർത്തി പറഞ്ഞു, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, ജനങ്ങൾക്ക് എല്ലാം കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിദേവി എന്ന് വെച്ചു ഒരു പശുവായി നിന്നു പറഞ്ഞു, ഇനി കിടാക്കളായിട്ട് എല്ലാവരും അതിൽ നിന്ന് കറന്നെടുത്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പശുവിൻ്റെ രൂപത്തിൽ എല്ലാം കറന്നെടുക്കാൻ വേണ്ടി ഒരു പശുവായി നിന്നു. അപ്പോൾ സ്വയംഭൂമനുവിനെ പശുക്കിടാവാക്കി സകല സസ്യങ്ങളെയും അത് അവർ കറന്നെടുത്തു. രണ്ടാമതായി മഹർഷി ബൃഹസ്പതിയെ കണ്ണാക്കി വേദങ്ങളെ എടുത്തു. ദേവന്മാർ ഇന്ദ്രനെ കണ്ണാക്കി സോമായനം കറന്നെടുത്തു. അസുരന്മാർ പ്രഹ്ലാദനെ കണ്ണാക്കി ഇരുമ്പ് പാത്രത്തിൽ പായസം, മദ്യം, അസുരന്മാർക്ക് മദ്യമാണല്ലോ പറയുന്നത്, പായസമല്ല മദ്യമാണ് അവരെടുത്തത്. ഗന്ധർവന്മാർ വിശ്വകർമാവിനെ കണ്ണാക്കി മധുര സംഗീതം കറന്നെടുത്തു. സിദ്ധന്മാർ കപിലാചാര്യനെ കണ്ണാക്കി കൽപ്പസിദ്ധി കറന്നെടുത്തു. മായാവികൾ മയനെ കണ്ണാക്കി മായാവിദ്യ കറന്നെടുത്തു.
ഭൂതപ്രേത പിശാചുകൾ ഭൂതേന്ദ്രനെ കണ്ണാക്കി രക്തം കവർന്നെടുത്തു. സർപ്പങ്ങൾ തക്ഷകനെ കണ്ണാക്കി വിഷം കവർന്നെടുത്തു. പാദവങ്ങൾ ആൽമരത്തെ കണ്ണാക്കി ചരം കടന്നെടുത്തു. പർവ്വതങ്ങൾ ഹിമവാനെ കണ്ണാക്കി സർവ്വധാതുക്കളും കടന്നെടുത്തു. അങ്ങനെ 11 പേർ ചേർന്ന് ഭൂമിയിൽ കിട്ടാവുന്ന എല്ലാം കടന്നെടുത്തു. അങ്ങനെ പൃഥ്വി അങ്ങനെ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ മഹാൻ എന്ന പേരോടുകൂടി വാണു. ഇനി പൃഥ്വിൻ്റെ ചരിത്രം ഇനിയുണ്ട്, നമുക്ക് പറയാം. നമസ്കാരം, നന്ദി.